അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വടകരയിലേക്ക് പോവുകയാണ്. വടകരയിൽ ദീപക് ധർമ്മടമുണ്ട്. ദീപക്, തൃശ്ശൂരിലെ കാര്യം പറഞ്ഞതിനേക്കാൾ വടകര എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച മണ്ഡലം, ഏറ്റവും കൂടുതൽ മീഡിയ സ്പേസ് കിട്ടിയത് വടകരയ്ക്ക് തന്നെയാണ്. അത് പല പല വിഷയങ്ങൾ കൊണ്ട് അങ്ങേയറ്റം രാഷ്ട്രീയ പോരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി തെരുവിലിറങ്ങി നിൽക്കുന്ന കടലുപോലെ പല പല ജനക്കൂട്ടങ്ങൾ കണ്ട വടകര ഇന്നും നാളെയും അതിൻ്റെ മാക്സിമത്തിൽ തന്നെ കാണാം. ദീപക്, നമ്മൾ കാലത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, വടകരയ്ക്ക് കൃത്യമായ ഒരു കളരി പാരമ്പര്യമുണ്ട്. അതൊരു അങ്കത്തട്ടാണ്. രാഷ്ട്രീയത്തിലും അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും ചൂരും വാശിയും വീറുമുള്ള ഒരു വലിയ അങ്കത്തട്ട് തന്നെയാണ്. കാലത്ത് പ്രചരണത്തിൽ സ്ഥാനാർത്ഥികളുടെ ഒപ്പമുള്ള യാത്രയിലും നമുക്ക് കണ്ടത് വീറുറ്റ പ്രചരണം, ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് ലാപ്പിൽ ഓരോ വോട്ടറെയും കണ്ട് വോട്ടുറപ്പിക്കുക, കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്ന രാഷ്ട്രീയം തന്നെയാണ്. വടകര UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി UDFന്റെ കയ്യിലുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശൈലജ ടീച്ചർ എത്തിയിട്ട് ആ പ്രചരണം ഇപ്പോൾ പ്രവചനാതീതമാകും വിധി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശൈലജ ടീച്ചർ ആണോ ഷാഫി ആണോ എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. വടകരയിൽ രാഷ്ട്രീയം പറയണം എന്നുള്ളതാണ്. ഇന്ന് അല്പം മുൻപ് KK ശൈലജ ടീച്ചർ നമ്മളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് രാഷ്ട്രീയമായിരിക്കണം ചർച്ച, ദേശീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പരിച്ഛേദം, ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രചരണത്തിന്റെ പ്രധാന വിഷയമാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നാൽ വ്യക്തിഹത്യയിലേക്കുൾപ്പെടെ അവഹേളനത്തിലേക്കുൾപ്പെടെ മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഷാഫി പറമ്പിൽ നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞത് പരാജയ ഭീതിയില്ല, ഭൂരിപക്ഷം ജനം തീരുമാനിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ ഇടത് വലത് ക്യാമ്പുകൾക്ക് അഭിമാന പോരാട്ടത്തിന്റെ തട്ടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ വീറുറ്റ പോരാട്ടം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വടകരയിൽ തന്നെയാണ്. ഏതായാലും ഈ നാളത്തോടുകൂടി പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോഴേക്കും എല്ലാ അടവുകളും എല്ലാ പ്രചരണായുധങ്ങളും പുറത്തെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച പെർഫോമൻസ് ഓരോ പാർട്ടിക്കും ഉറപ്പാക്കാൻ വേണ്ടിയുള്ള അടിമുടിയുള്ള പ്രചരണമാണ് നടക്കുന്നത്. അതായത് ബൂത്ത് തലം മുതൽ മണ്ഡലം തലം വരെയുള്ള പ്രചരണത്തിന്റെ കോലാഹലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അടിത്തട്ടിൽ നടക്കുന്ന പ്രചരണം അങ്ങേയറ്റം രാഷ്ട്രീയമാണ്. മാത്രമല്ല കൃത്യമായും ഓരോ വോട്ടും ഉറപ്പിക്കലാണ്, മറുപടി പറഞ്ഞു പോകലാണ്. അത് തന്നെയാണ് വടകരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ലാപ്പിലെ ഇനി ഒരു നാൾ മാത്രം പ്രചരണത്തിന് ബാക്കി നിൽക്കുമ്പോൾ ആഷ്മി. ദീപക് ധർമ്മടമാണ് വടകരയിലെ വിവരങ്ങൾ നൽകിയത്. വടകര എന്ന് വടകരക്കാർ പറയില്ല, വടകര എന്നാ പറയുക. വടകരയിലെ ഷാഫി, വടകരയിലെ ശൈലജ എന്നൊക്കെയായിരുന്നു ഇവിടെ പോസ്റ്ററുകൾ. വടകരയിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം.